മലപ്പുറം പാണ്ടിക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം പോലീസ് തിരിച്ചറിഞ്ഞു. ഷമീർ എവിടെയാണെന്നതിൽ പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഷമീറിനെ കാറിലെത്തിയ സംഘം ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി അമീഷ പ്രദീപ് ചേരുന്നുണ്ട്. അമീഷ, 2 പേരാണ് ഇപ്പോൾ പിടിയിലായത്. ഇവർ എവിടെ വെച്ചാണ് പിടിയിലായത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതില ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയതിൽ വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്നാണ് കരുതുന്നത്. ഇതിൽ 2 പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 പ്രതികൾ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ തൃശ്ശൂർ ചാവക്കാട് സ്വദേശികളാണ് കൂടുതൽ പ്രതികൾ എന്നാണ് കരുതുന്നത്. ആദ്യം ബൈക്കിൽ 2 പേരെത്തുന്നു. അതിന് പിന്നാലെയായി ഒരു ഇന്നോവ കാർ എത്തുന്നു. ഈ ഇന്നോവ കാറിലാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് തൊട്ടു പിന്നാലെയായി മറ്റൊരു കാർ വരുന്നു. ഇങ്ങനെ 3 വാഹനങ്ങളിലായാണ് ഈ തട്ടിക്കൊണ്ടുപോവൽ ഈ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഘം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. പെരിന്തൽമണ്ണ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ഷമീറിനെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് മിനിഞ്ഞാന്ന് രാത്രി 8 മണിക്കാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം ഇന്നലെ ഷമീറിൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഫോൺ കോളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഷമീറിനെ വിട്ടു നൽകുന്നതിനായി മോചിപ്പിക്കുന്നതിനായി പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളുകളെല്ലാം തന്നെ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ഈ അന്വേഷണം ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ച് അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു സമയത്ത് പ്രതികളിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഭാര്യയുടെ ഫോണിലേക്ക് ഇതുപോലെ ഫോൺ കോൾ വരുന്നു, പണം ആവശ്യപ്പെടുന്നു. ഈ ഷമീർ വിദേശത്ത് ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയത് എന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും 2 പേരാണ് ഈ ഒരു സംഘത്തിലുള്ള 2 പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിനായുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വാഹനങ്ങളിലായാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ആദ്യം ബൈക്കിൽ ഒരു 2 പേരടങ്ങുന്ന ഒരു ബൈക്ക് എത്തുന്നു. അതിന് പിന്നാലെയായി ഇന്നോവ കാറിൽ അതായത് ഈ തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാർ വരുന്നു. ആ കാറിലാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് പിന്നാലെ മറ്റൊരു കാർ വരുന്നു. അപ്പോൾ ആ ഒരു വളരെയധികം പ്ലാൻ ചെയ്ത് അത്തരത്തിലാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത്. ഈ ഒരു CCTV ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരികയും ആ ഒരു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. 2 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. കൂടാതെ ഷമീറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആതിര. ശരി അമീഷ, മലപ്പുറം പാണ്ടിക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ പിടിയിലായിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് തിരിച്ചറിഞ്ഞു. ഷമീർ എവിടെയാണെന്നതിൽ പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഷമീറിനെ കാറിലെത്തിയ സംഘം ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു.